Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണ കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞണം, ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാളെടുത്തിടണം, തന്നെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? അദ്ദേഹം മിസൈലോ റോക്കറ്റോ ഒന്നുമല്ല പറഞ്ഞത്. പകരം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം താമസിച്ചിരുന്ന വീടിൽ നിന്നും ഏകദേശം കുറച്ചകലെയായി ഒരു ചെറിയ ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒരാൾ വന്ന് പറഞ്ഞു, അവിടെ കാലില്ലാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്രിമ കാല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നടക്കാൻ സാധിക്കും. പക്ഷേ ഈ കൃത്രിമ കാലുകൾക്ക് നല്ല ഭാരമുണ്ട്. 2-3 കിലോ ഉള്ള ഈ കാലുകൾ കൊണ്ട് കുട്ടികൾക്ക് നടക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും ചെയ്യാനാകുമോ? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ റോക്കറ്റിലേക്ക് ഘടിപ്പിക്കുന്ന ഏറ്റവും മുകളിലത്തെ പാളിയിലുള്ള ഒരു ലോഹം, നല്ല ഡെൻസിറ്റിയുള്ള ഭാരം കുറഞ്ഞ ആ ലോഹം കൊണ്ട് അദ്ദേഹം അവർക്ക് കാല് വെച്ച് നൽകി. അങ്ങനെ 1.5 കിലോ 2 കിലോ ഭാരമുണ്ടായിരുന്ന കാലുകളെല്ലാം 300 ഗ്രാമിലേക്ക് ചുരുങ്ങി. APJ അബ്ദുൽ കലാം പറയുന്നത് ഇതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എല്ലാ കണ്ടുപിടുത്തങ്ങളും മനോഹരമായി തീരുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നതും നമ്മൾ സ്വായത്തമാക്കുന്ന അറിവുകളും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമ്പോഴും ദൈവസ്നേഹം പരത്തുമ്പോഴുമാണ് അത് നിർമ്മലമായി തീരുക. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ദൈവസ്നേഹവും നന്മകളും പകർന്നു നൽകുന്ന ഒരുപറ്റം യുവജനങ്ങളാണ് ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം ഗാഗുൽത്ത യൂത്ത് ആർമി ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. അവൻ കൂട്ടി നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അത് സങ്കടമാങ്ങും കണ്ടില്ല. അവൻ കൂട്ടി നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, അത് സങ്കടമാങ്ങും കണ്ടില്ല. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. പോയുള്ളൂ സാരമില്ലെന്നേ,
കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാവുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാവുമോ കുഞ്ഞാടെ. ുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയൊന്നിനെ കാണാതെയും പോയി. ുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴിയൊന്നിനെ കാണാതെയും പോയി. Christ in youth. സങ്കീർത്തനങ്ങൾ പുസ്തകം ഇങ്ങനെ പറയുന്നു: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങയുടെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ജീവിതം പ്രകാശിതമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നിവിടെ വായിക്കപ്പെടാൻ പോകുന്ന ഓരോ വചനവും ആത്മാർത്ഥമായി ശ്രവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊരുങ്ങാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. എൻ്റെ തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് വായിച്ചു കേട്ട ഈ തിരുവചനം മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളും അങ്ങയുടെ കാഴ്ചപ്പാടും എത്രമാത്രം വിദൂരത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനത്തിൽ അങ്ങ് ഇങ്ങനെ ഉപദേശിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ തിന്മയായ സാഹചര്യങ്ങളെയും അരുത് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ അവരെ എതിർക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. എൻ്റെ ജീവിതത്തിലെ പാപ സാഹചര്യങ്ങളും തിന്മകളും ഞാൻ എറിഞ്ഞുകളഞ്ഞ് അതിൽ കുറയുകയും ദൈവത്തിൻ്റെ കൃപയിലും അനുഗ്രഹത്തിലും വളരുകയും ചെയ്യാൻ കർത്താവെ എന്നെ പ്രാപ്തനാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരുങ്ങാം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്നും എന്നും നമുക്ക് വീണ്ടും വീണ്ടും പറയാം. നമുക്ക് ആരാധിക്കാം.
കണ്ടാലോ അളറിയുകില്ല. ഉഴവു ചാൽമോൾ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ വളരെയുകില്ല. ഉഴവു ചാൽപോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകനേ, നീ മാന്യനായിടുവാൻ. മകളേ, മകളേ, നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോര തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിലാഴ്ന്നതും, നിൻ ശിരസുയരുവാനല്ലയോ. ചുടുചോര തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിലാഴ്ന്നതും, നിൻ ശിരസുയരുവാനല്ലയോ. മകനേ, മകനേ, നീ മാന്യനായിടുവാൻ. മകളേ, മകളേ, നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ നമുക്ക് അത് വിളിച്ചു പറയാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച പലരും അവനെ പ്രസിദ്ധമാക്കാൻ തുടങ്ങിയത്. അപ്രകാരം തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ വിളിച്ചു പറയുന്നവരുടെ സാക്ഷ്യമാണ് യൂത്ത് ഐക്കണിലൂടെ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മോട് ക്രിസ്തു ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഹന്നയുണ്ട്.
ഹന്നായെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ഹന്ന, വീട് ഇരിഞ്ഞാലക്കുടയാണ്. ഞാൻ ഗാഗുൽത്തെ യൂത്ത് ആർമിയിൽ ഒരു അംഗമാണ്. എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എല്ലാ വർഷവും ഗാഗുൽത്തയിൽ മുടങ്ങാതെ ധ്യാനം കൂടുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഗാഗുൽത്തയിൽ ധ്യാനം കൂടാനായിട്ട് വന്നു. അപ്പോൾ 2 നിയോഗമാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ചേട്ടൻ്റെ ജോലി ശരിയാവണം, രണ്ടാമത് എൻ്റെ ജോലിക്കാരും റെഡിയാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിയോഗം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നു. അങ്ങനെ ധ്യാനം കൂടിയപ്പോൾ കൗൺസിലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ കൗൺസിലിംഗ് ചെയ്യാൻ പോയപ്പോൾ ബ്രദർ പറഞ്ഞു, നിൻ്റെ ചേട്ടൻ 6 മാസത്തിനുള്ളിൽ പുറത്തു പോവും, അവനവിടെ സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം അവനെ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടി അവൻ എവിടെ പോയാലും 1 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന ഒരാളാണ് അവൻ. അങ്ങനെയുള്ള അവൻ എങ്ങനെയാണ് അവിടെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അടുത്ത മാസമായപ്പോൾ അവന് പുറത്തു പോകാനായിട്ടുള്ള ഒരു അവസരം വന്നു കിട്ടി. ബ്രദർ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ശരിയായി. 6 മാസം കൊണ്ട് അവൻ പുറത്തു പോയി. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വീട്ടിലെ അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷനാണ്. ഇവൻ പറഞ്ഞ പോലെ കേരളത്തിന് പുറത്തു പോയാലും ഇന്ത്യക്ക് പുറത്തു പോയാലും 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആളാണ്. പക്ഷെ അവൻ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ 1 വർഷത്തിനടുത്തായി അവൻ അവിടെ നിൽക്കണു. ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ജോലിക്കാരും എനിക്ക് ശരിയായി കിട്ടി. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി 3 സ്റ്റെപ്പ് കൂടുതൽ വെക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നീ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറഞ്ഞു. അത് പ്രകാരം ഞാൻ കഴിഞ്ഞ വർഷം വെക്കേഷൻ ഫുള്ള് ഗാഗുൽത്തയിൽ കമ്മിറ്റ്മെൻ്റ് എടുത്ത പോലെ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ജൂണിൽ എൻ്റെ ജോലിയും എനിക്ക് ശരിയായിട്ട് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അവിടുന്ന് നമ്മിലേക്ക് 3 സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. നമ്മൾ കേട്ട സാക്ഷ്യത്തിനിടയിൽ പറഞ്ഞ ഒരു വാക്കാണ്. ഒരുപക്ഷെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അവനിലൂടെ നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കാൾ അവസാന കാലങ്ങളിൽ നമ്മൾ ഓർത്ത് പറയുക കിട്ടാതെ പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരണം ക്രിസ്തുവിലേക്ക് ഒരടിയെടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരിയേറെ കറേജ് ആവശ്യമുണ്ട്, ധൈര്യം ആവശ്യമുണ്ട്. കാരണം പലതിനെയും വിട്ടുകൊടുക്കേണ്ടി വരും, പലതിനെയും നീക്കിക്കളയേണ്ടി വരും. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി ധൈര്യം നഷ്ടപ്പെട്ടു പോയ എല്ലാ യുവജനങ്ങളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ കളിയാക്കലുകൾ ഭയന്ന്, ഒരുപക്ഷെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ ഓർത്ത് അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് മടിച്ചു നിൽക്കുന്ന, എന്നാൽ അതിയായ ആഗ്രഹമുള്ളിലുള്ള, ധൈര്യം വിട്ടുപോയ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് നമ്മൾ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് കരങ്ങൾ കോർത്തു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരങ്ങൾക്ക് അപ്പുറം ഒരു യുവജനമുണ്ട്, ഒരു യുവാവുണ്ട്, ഒരു യുവതിയുണ്ട്. ആ യുവാവിനെയും യുവതിയെയും ഓർത്തെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ സുഹൃത്തിനെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ധൈര്യം നഷ്ടപ്പെട്ടു പോയ, പലവിധ പ്രശ്നങ്ങളാൽ ജീവിതത്തിലുണ്ടായിരുന്ന ആത്മധൈര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തെങ്കിലേക്ക് അടുക്കാനായിട്ട് മടിച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന എല്ലാ യുവജനങ്ങളെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്തി കൊടുക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ധൈര്യം നഷ്ടപ്പെട്ടു പോയ എല്ലാ യുവജനങ്ങളിലേക്കും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം ഇറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയെ അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കണമേ. ധൈര്യത്തിൻ്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, വിവേകത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പും അങ്ങയുടെ സാക്ഷ്യം നൽകുന്ന വ്യക്തികളായിട്ട് മാറാൻ ഞങ്ങളുടെ യുവാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. Christ in youth.
വിശ്വാസം ആഴപ്പെടുന്നത് പഠനങ്ങളിലൂടെയൊക്കെയാണ്. നമ്മുടെ ജീവിതം കൂദാശകളൊക്കെ ആയിട്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളർന്നു വരുന്നതും കൂദാശകളിലൂടെയൊക്കെ തന്നെയാണ്. നമ്മുടെ കൂദാശകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും നമുക്ക് ആത്മീയ ഉപദേശങ്ങൾ തരാനും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട നിക്സൺ ചാക്കോരി അച്ഛനാണ്. അച്ഛൻ വെസ്റ്റ് ചാലക്കുടി ഇടവകയിലെ വികാരി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ക്രൈസ്റ്റ് ഇൻ യൂത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇരിക്കല്ലാവരും. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം സഭയുടെ വലിയ വാഗ്ദാനങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിന് സാക്ഷ്യം വഹിക്കുക അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൻ്റെ സാക്ഷികളാണ്. ലോകം മുഴുവനും നിങ്ങളെ അറിയപ്പെടുകയാണ്. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അത് യേശുവിൻ്റെ സാക്ഷികളാകുവാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൂദാശകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കൂദാശകളെ ചെറുപ്പം മുതൽ പഠിച്ച് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ ശക്തി കൂദാശകളാണ്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആർക്കാ അത് പറയാൻ പറ്റുക? വിശുദ്ധീകരിക്കുക. വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ കൂദാശ. ഈ കൂദാശ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടായാലാണ് ഈ കൂദാശയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കറണ്ടിനെ കണ്ടിട്ടുണ്ടോ? കറണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ കറണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടുക്കി അണക്കെട്ടിൽ അവിടെ കെട്ടി വെച്ചിരിക്കുന്ന ആ വലിയ ആ ഭിത്തിയിലുള്ള കരിങ്കൽ ഭിത്തിയിലുള്ളിലുള്ള വെള്ളം ഒരു പ്രത്യേകമായൊരു ശക്തിയിൽ ഒരു പ്രൊപ്പലറിന് വിട്ട്, ഒരു പൈപ്പിലൂടെ വിട്ട് ആ പങ്ക കറക്കി അവിടുന്ന് കമ്പിയിലൂടെ, ഇലക്ട്രിക് കമ്പിയിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഈ കറണ്ട് എത്തുകയാണ്. അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആകെ കൂടി കാണുന്നത് എന്താ? നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ലൈൻ വരുന്നുണ്ട്, ശരിയല്ലേ? ഇനി ആരെങ്കിലും കറണ്ടിനെ കണ്ടിട്ടില്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അനുഭവത്തിലൂടെയാണ് നമ്മളത് തിരിച്ചറിയുക. അപ്പോൾ ഈ കൂദാശ നമ്മെ വിശുദ്ധീകരിക്കുന്നത് ആണെങ്കിൽ എന്താണ് കൂദാശ എന്ന് നമ്മൾ അറിയണം. എന്താണ് കൂദാശ? എന്താണ് കൂദാശ? അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമായ അടയാളങ്ങളിലൂടെ നൽകുന്നതാണ് കൂദാശ. നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്നതിന് ആദ്യം തന്നെ നമ്മളെ കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ചിട്ടുള്ള ഒരു അദൃശ്യമായ ദൈവവരപ്രസാദം നമുക്ക് നൽകുന്നതിന് സ്ഥാപിച്ച അടയാളമാണ് കൂദാശ. അപ്പോൾ ഇതൊരു അടയാളമാണ്. ഈശോയുടെ ജീവിതത്തിലെ ഓരോ വാക്കും പ്രവൃത്തിയും രഹസ്യ ജീവിതവും പരസ്യ ജീവിതത്തിലെയും എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ കൂദാശ. ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ എല്ലാം ഒരു കൂദാശയാണ്. ഈശോ രോഗിയെ കണ്ടു, ആ രോഗിയെ സ്പർശിച്ചു. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരു രോഗി സ്പർശിക്കുമ്പോൾ ശക്തി പുറപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് മനസ്സിലാക്കാം അതൊരു കൂദാശയാണെന്ന്. അപ്പോൾ ഈശോയുടെ ശക്തി എന്നിലേക്ക് വരുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് കൂദാശ. അതെന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ 7 കൂദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര കൂദാശകൾ സ്ഥാപിച്ചിട്ടുണ്ട്? 7. ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവവരപ്രസാദമാണ്. നമുക്ക് എന്താ ലഭിക്കുന്നത്? ദൈവവരപ്രസാദം, അല്ലെങ്കിൽ ആ കൃപാവരം. ഈ ദൈവവരപ്രസാദം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ മുഴുവനും നന്മകളെ ദൈവം നമുക്ക് നൽകുന്നതിനെയാണ് ദൈവവരപ്രസാദം അല്ലെങ്കിൽ കൃപാവരം എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ, ഈ കൃപയിൽ ഞാനും നിങ്ങളും വളരുന്നതും ആ ദൈവിക ജീവനിൽ ഞാനും നിങ്ങളും പങ്കാളികളുമാകുവാനുമാണ് ഈ കൂദാശ നമ്മെ സഹായിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, അല്ലേ? നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലെ ആവസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവിക ജീവനിൽ ഒരു പൈതൽ ഞാനും നിങ്ങളും പങ്കാളികളാകുമ്പോൾ എന്നിലേക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ നന്മകളെയാണ് ദൈവവരപ്രസാദം എന്ന് പറയുന്നത്. ഇനി ദൈവവരപ്രസാദം 2 തരത്തിലുണ്ട്. ഒന്ന്, അത് വിശുദ്ധീകരിക്കുന്ന പ്രസാദവരം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കാളികളാകുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു പ്രസാദവരുണ്ട്. ദൈവത്തിനോട് കൂടുതൽ സ്നേഹത്തിൽ ഒന്നായി ചേരുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കൃപാവരത്തെയാണ് വിശുദ്ധീകരിക്കുന്ന പ്രസാദവരം എന്ന് പറയുന്നത്. പിന്നെ പ്രവർത്തിക്കുന്ന പ്രസാദവരം, നന്മ ഏത് തിന്മ ഏത് എന്ന് ഒരു മനുഷ്യാത്മാവിന് വിവേചിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുവാൻ, തിന്മയെ തള്ളിക്കളഞ്ഞ് നന്മയുടെ പാതയിലൂടെ ജീവിക്കുവാനുള്ള ഒരു കൃപാവരം, അതിനെയാണ് പ്രവർത്തിക്കുന്ന പ്രസാദവരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രസാദവരവും ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ കൂദാശ എന്നത് വിശുദ്ധീകരണമാണ്, എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അത് കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ വാക്കും പ്രവൃത്തിയും ആ ജീവിതം എൻ്റെ ഉള്ളിലേക്ക് കൃപകളായി വരുന്നു. ഞാൻ ദൈവത്തിൻ്റെ ജീവനിലേക്ക്, ദൈവീക ജീവനിൽ ഞാൻ വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലും വളരുന്നു, ക്രിസ്തു എന്നിനും വളരുന്നു. അതാണ് ഒരു വളർച്ചയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ഈശോയുടെ സുഹൃതങ്ങളാണ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. അത് കാണാൻ കഴിയുകയില്ല. അത് കാണുന്നത് ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവവരപ്രസാദം നമുക്ക് നൽകുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച അടയാളങ്ങളാണ് കൂദാശകൾ. അപ്പോൾ കൂദാശകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ശാരീരികമായി വളരുവാൻ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ആത്മീയ മനുഷ്യനും കൂടിയാണ്. ആ ആത്മീയ മനുഷ്യൻ വളരുവാൻ ദൈവം നമുക്ക് നൽകുന്ന കൃപകളാണ്, വരങ്ങളാണ്, ദൈവത്തിൻ്റെ നന്മകളാണ് ഈ ഒരു കൂദാശകൾ. അങ്ങനെ കൂദാശകൾ സ്വീകരിച്ച് നമ്മൾ ഓരോ ദിവസവും കർത്താവിൽ വളർന്നു വരുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Christ in youth. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഏതാണ് ഈ തക്കതായ സമയം? അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ജോസഫിനെ ദൈവം സ്വീകരിച്ചിട്ട് 15 വർഷക്കാലം കൊടിയ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ആ സിംഹാസനത്തിലേക്ക് ദാവീദ് എത്തപ്പെടാൻ 15 വർഷം കാത്തിരുന്നു. മോശയെ ദൈവം മാറ്റി രക്ഷപ്പെടുത്തിയിട്ട് 40 സംവത്സരങ്ങൾ വേണ്ടി വന്നു ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിലേക്ക് എത്താൻ. അപ്പോൾ ഏതാണ് തക്കതായ സമയം? അത് ദൈവത്തിൻ്റെ സമയമാണ്. അതിൽ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. നമ്മൾ കടന്നു പോകേണ്ട, ആർജിച്ചെടുക്കേണ്ട വിശ്വാസത്തിൻ്റെ മേഖലകൾ കൂടിയുണ്ട്. ആ ഒരു സമയത്തിലേക്ക് നമുക്കും കാത്തിരിക്കാം. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. ഇന്നേ ദിവസം ക്രൈസ്റ്റ് ഇൻ യൂത്ത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പേഷ്യൻസ്, ക്ഷമ എനിക്ക് നൽകണമേ. ടിൽ ദെൻ, സൈനിങ് ഓഫ്, ക്രൈസ്റ്റ് ഇൻ യൂത്ത്.